2023 ഒക്ടോബറിൽ മരണപ്പെട്ട പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് ടി ശോഭീന്ദ്രൻ. 2023 ഒക്ടോബറിൽ അന്തരിച്ച സാഹിത്യ നൊബേൽ ജേതാവാണ് ലൂയിസ് ഗ്ലക്ക്. ലൂയിസ് ഗ്ലക്ക്. 2023 ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ബോബി ചാർട്ടർ. ഇദ്ദേഹത്തിന് 1966 ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലണ്ട് ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഒന്ന് ഓർത്തിരിക്കുക. 2023 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിരുന്ന വ്യക്തിയാണ് MS ഗിൽ. 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച ലീ കെ ക്വിയാങ് ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? ചൈനയാണ് കേട്ടോ. ലീ കെ ക്വിയാങ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച ഫ്രണ്ട്സ് എന്ന TV പരമ്പരയിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് മാത്യു പെറി. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഫ്രണ്ട്സ് ലവേഴ്സ് ബിഗ് ടെറിബിൾ തിങ്. അടുത്തത് 2023 നവംബറിൽ അന്തരിച്ച കലാഗവേഷകയും എഴുത്തുകാരിയുമായ വ്യക്തി ഡോക്ടർ ദീല ഓംചേരി. 2023 നവംബറിൽ അന്തരിച്ച തങ്കപ്പ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 നവംബറിൽ അന്തരിച്ച അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന ബഹിരാകാശ സഞ്ചാരി കേണൽ ഫ്രാങ്ക് ബോർമാൻ. 2023 നവംബറിൽ അന്തരിച്ച ഘാന ഫുട്ബോൾ താരമാണ് റാഫേൽ ഡോമനെ. 2023 നവംബറിൽ അന്തരിച്ച കൂടിയാട്ടം കലാകാരൻ PK നാരായണൻ. 2023 നവംബറിൽ അന്തരിച്ച ഇംഗ്ലീഷ് നോവലിസ്റ്റും കവയിത്രിയും ബുക്കർ പുരസ്കാര ജേതാവുമായ എഴുത്തുകാരി AS ബാറ്റ്. ഡൈൻ ആൻ്റോണിയോ സൂസൻ ഡഫി എന്നാണ് യഥാർത്ഥ നാമം. ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ദ ഷാഡോ ഓഫ് ദി സൺ ആണ്. 2023 നവംബറിൽ അന്തരിച്ച സാറ ജോസഫിൻ്റെ ബുദിനി എന്ന നോവലിലെ നായിക ബുദിനി മെജാൻ ജാർഖണ്ഡ് സ്വദേശിയാണ് കേട്ടോ. 2023 നവംബർ 18 അന്തരിച്ച മുൻ RBI ഗവർണർ S വെങ്കിട്ടരമണനാണ്. 18ാമത് ഗവർണറായിരുന്നു. 2023 നവംബർ 21 അന്തരിച്ച എഴുത്തുകാരി P വത്സല. ആത്മകഥ ചോദിച്ചിട്ടുണ്ട് കിളിക്കാലം. 2023 നവംബർ 23 അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന വ്യക്തി ഫാത്തിമ ബീവി. 2023 നവംബറിൽ അന്തരിച്ച MT വസുദേവൻ നായരുടെ നാലുകെട്ടിലെ പ്രമുഖ കഥാപാത്രം യൂസഫ് ഹാജി. 2023 നവംബറിൽ അന്തരിച്ച കർണാടക സംഗീതജ്ഞനും വയലിൻ വിദ്വാനുമായ വ്യക്തി B ശശികുമാർ. 2023 നവംബറിൽ അന്തരിച്ച കർണാടക സംഗീതജ്ഞയും നടിയുമായ വ്യക്തി R സുബ്ബലക്ഷ്മി. അടുത്തത് 2023 ഡിസംബറിൽ. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ G ബാലകൃഷ്ണൻ. 2023 ഡിസംബറിൽ അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ വ്യക്തി ഡോക്ടർ M കുഞ്ഞാമൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിര്. 2023 ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇടയ്ക്കാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച തമിഴ് സിനിമാ നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തി വിജയകാന്ത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരം TA ജാഫർ. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പ്രഭീർ മജുംദാർ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് പ്രശാന്ത് നാരായൺ. നാടകകൃത്താണ്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് OS ത്യാഗരാജൻ. ഇനി അടുത്തത് നമുക്ക് 2024 വരാം. ജനുവരി. 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ. ഇദ്ദേഹം കോച്ചായും താരമായും ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യ വ്യക്തിയാണ് മരിയോ സഗാലോ. 2024 ജാനുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബേക്കൺ. അടുത്തത്
2024 ജാനുവരിയിൽ അന്തരിച്ച തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് തക്കാക്കോ തോമസ്. അടുത്തത് 2024 ജാനുവരി അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ഉസ്താദ് റാഷിദ് ഖാൻ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ് ജോസഫ് വൈറ്റില. അദ്ദേഹത്തിൻ്റെ നാടകം അമാവാസി, അസ്തമയം ഉദയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അസ്തമയം ഉദയം, പാവങ്ങളുടെ പാഞ്ചാലി കണ്ണീരോടെ, പീഡിതരുടെ സങ്കീർത്തനം, സ്നേഹത്തിൻ്റെ മുറിവുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അടുത്തത് 2024 ജനുവരിയിലാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയും കിരാന ഘരാന ശൈലിയുടെ മുൻനിരക്കാരിയുമായ വ്യക്തി ഡോക്ടർ പ്രഭ ആത്രേ. 2024 അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് TH മുസ്തഫ. 2024 ജാനുവരിയിൽ അന്തരിച്ച ഉറുദു കവി മുനവർ റാണ ഉറുദു കവിയാണ്. 2024 ജാനുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകനാണ് KJ ജോയ്. 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരിയാണ് KB ശ്രീദേവി. 2024 ജാനുവരിയിൽ അന്തരിച്ച പോൾവാൾട്ട് താരവും കനേഡിയൻ താരവുമായ വ്യക്തി ഷോൺസി ബാബർ. പോൾവാൾട്ട് താരമാണ്. 2024 അന്തരിച്ച ആയംകുടി കുട്ടപ്പ മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി, ചെണ്ട ആചാര്യനാണ്. ഓക്കെ. 2024 ജാനുവരിയിൽ അന്തരിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് K ഉണ്ണീരി. അടുത്തത് 2024 ഫെബ്രുവരിയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ദത്താജി റാവു ഗെയ്ക്വാദ്, ക്രിക്കറ്റ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ ഫുട്ബോൾ താരം ആന്ദ്രേയസ് ബ്രഹ്മെ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയോട്ട്, ദേശാഭിമാനി എന്ന് പറയും, അല്ലെങ്കിൽ പാട്രിയോട്ട്. ഓക്കെ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനും ആയ വ്യക്തിയാണ് ഫാലിസാം നരിമാൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർത്തിരിക്കുക, ബിഫോർ മെമ്മറീസ് ഫെയ്ഡ്സ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ലോകസഭാ സ്പീക്കറും ആയിരുന്ന വ്യക്തി മനോഹർ ജോഷി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വാഴയങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗസൽ ഗായകൻ പങ്കജ് ഉദാസ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഷഫീഖ് റഹ്മാൻ ഭർഗ്. ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഷഫീഖ് റഹ്മാൻ ഭർഗ്. ഓക്കെ. 2024 മാർച്ചിലാണ്. 2024 മാർച്ചിൽ അന്തരിച്ച ദളിത് ബന്ധു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാണ് NK ജോസ്. 2024 മാർച്ചിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജുവാൻ. 2024 ഏപ്രിലിൽ അന്തരിച്ച ദൈവകണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. 2013 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഡഡ്ലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ഡറക് അണ്ടർവുഡ്. 2023 ഏപ്രിൽ അന്തരിച്ച സംഗീത സംവിധായകനാണ് KG ജയൻ. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസ് പിതാവ് എന്നറിയപ്പെടുന്നത് സുധീർ കാക്കർ. അടുത്തത് 2024 മെയ്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടക സംഗീതം. 2024 മെയ്യിൽ അന്തരിച്ച കേളത്ത് അരവിന്ദാക്ഷൻ മേള ആചാര്യൻ.
2024 മെയ്യിൽ അന്തരിച്ച ലോകത്ത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തി റിച്ചാർഡ് സ്ലേമാനാണ്. റിച്ചാർഡ് സ്ലേമാൻ. ലോകത്ത് ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിക്കുന്നത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ്, അത് ഓർത്തിരിക്കാം. അടുത്തത് 2024 മെയ്യിൽ അന്തരിച്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പ്രവർത്തക ബിരുബാല രാഭ. അസാംകാരിയാണ് ബിരുബാല രാഭ. ഓക്കെ, ബിരുബാലയുടെ ഒരു സംഘടനയുണ്ട്, മിഷൻ ബിരുബാല എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിന് 2021 പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2024 മെയ്യിൽ അന്തരിച്ച നൊബേൽ ജേതാവും കനേഡിയൻ സാഹിത്യകാരിയുമായ വ്യക്തിയാണ് ആലീസ് മൺറോ. ആലീസ് മൺറോ. ഓക്കെ, 2013 സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2009 ബുക്കർ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2024 മെയ്യിൽ അന്തരിച്ച നൊബേൽ ജേതാവും കനേഡിയൻ സാഹിത്യകാരിയുമായ വ്യക്തിയാണ് ആലിസ് മൺറോ. ആലിസ് മൺറോ. ശരി, അടുത്തത് 2024 ജൂണിൽ അന്തരിച്ച മുൻ കേരള ചീഫ് ജസ്റ്റിസ് UL ഭട്ട്. UL ഭട്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആരുടെ ആത്മകഥയാണ്? UL ഭട്ടിൻ്റെ ആത്മകഥയാണ്. 2024 ജൂണിൽ അന്തരിച്ച വ്യവസായിയും റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായ വ്യക്തിയാണ് രാമോജി റാവു. രാമോജി റാവു. ഓക്കെ, അടുത്തത് 2016 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് 2024 ജൂണിൽ അന്തരിച്ച മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സംഘടനയായ റിപ്പോർട്ട് വിത്തൗട്ട് ബോർഡർ മേധാവിയാണ് ക്രിസ്റ്റോഫ് ഡിലോയർ. 2024 ജൂണിൽ അന്തരിച്ച പണ്ഡിറ്റ് രാജീവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതം. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KP ചാത്തുണ്ണി ഫുട്ബോൾ താരമാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. ആത്മകഥ എന്താണ്? ഫുട്ബോൾ മൈ സോൾ. അപ്പോൾ ഫുട്ബോൾ മൈ സോൾ എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ്? KP ചാത്തുണ്ണിയുടേതാണ്. അടുത്തത് 2024 ജൂണിൽ അന്തരിച്ച ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറായിരുന്ന വ്യക്തിയാണ് ശ്രീനിവാസ് ഹെഡ്ഗെ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകൻ CV ചന്ദ്രശേഖർ. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ആധുനിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് P തങ്കപ്പൻ നായർ അല്ലെങ്കിൽ PT നായർ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.